പ്രിയ പ്രേക്ഷകരെ, ശത്രുപാളയത്തിലെ റഡാർ കണ്ണുകൾക്ക് പോലും പിടികൊടുക്കാതെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം മിന്നൽ പിണറായി പതിക്കുന്ന ആ പുതിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത്യാധുനിക മിസൈലുകൾ പോലും പരാജയപ്പെടുന്ന ഇടങ്ങളിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ പറന്നിറങ്ങുന്ന ഭാരതത്തിന്റെ പുതിയ കരുത്തിനെ കുറിച്ചുള്ള വാർത്തയാണ്. ലോകത്തിലെ വമ്പൻ ശക്തികൾ ഇന്ന് അത്ഭുതത്തോടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഈ പുതിയ വിപ്ലവത്തെക്കുറിച്ചാണ്. എൻഡ്യൂർ എയർ ലോങ് റേഞ്ച് കാമിക്കാസെ ഡ്രോൺ. എന്തുകൊണ്ടാണ് ഇതിനെ പ്രതിരോധ ലോകത്തെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത്? ഭാരതം ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി എൻഡ്യൂർ എയർ സിസ്റ്റംസും അനന്ത് ടെക്നോളജീസും തമ്മിലുള്ള സഹകരണം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം തന്നെയാണ്. വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ IDDM വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുത്ത ഈ ലോങ് റേഞ്ച് ഡ്രോൺ സംവിധാനം ഭാരതം ഇന്ന് എത്രത്തോളം കരുത്താർജിച്ചു എന്നതിന്റെ വലിയ തെളിവ് തന്നെയാണ്. എൻഡ്യൂർ എയർ നിർമ്മിച്ച ഈ ലോങ് റേഞ്ച് കാമിക്കാസെ ഡ്രോൺ വെറും ഒരു പറക്കും വിമാനമല്ല, മറിച്ച് ഒരൊറ്റ കുതിപ്പിൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ രൂപകൽപ്പന ചെയ്ത അതിശക്തമായ ഒരു പ്രതിരോധ സംവിധാനമാണ്. ഇതിന്റെ റേഞ്ച് നൂറുകണക്കിന് കിലോമീറ്ററുകളാണ് കേട്ടോ. അതായത് സുരക്ഷിതമായ അകലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിർത്തിയിലെ വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നതാണ്. GPS സഹായത്തോടെയുള്ള നാവിഗേഷനും അതുപോലെ തന്നെ അവസാന നിമിഷം വരെ കൃത്യത നൽകുന്ന ഇൻഫ്രാറെഡ് ഗൈഡൻസും ഇതിനെ ഒരു അദൃശ്യ മിസൈലിന് തുല്യമാക്കി മാറ്റുമെന്നതും എടുത്തു തന്നെ പറയണം. ഇതിലെ ഏറ്റവും വലിയ വിസ്മയം ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരുത്ത് തന്നെയാണ്. അതെ, AI തന്നെയാണ് ഇവിടെയും കേമനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും പ്രതിബന്ധങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്നതാണ്. ഒന്നിലധികം ഡ്രോണുകൾ ഒരേ സമയം പറന്നുയരുന്ന സ്വാം ടെക്നോളജി കൂടി ചേർക്കുമ്പോൾ ഏത് വമ്പൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ ഈ തദ്ദേശീയ സംവിധാനത്തിന് കഴിയും. വമ്പൻ മിസൈലുകൾക്ക് ചെലവാകുന്ന കോടികൾ ലാഭിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ കൃത്യതയോടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടത്. കര, നാവിക, വ്യോമസേനകൾക്ക് ഒരുപോലെ കരുത്തു പകരുന്നതാണ് ഈ പുതിയ സംവിധാനം. ശത്രുക്കളുടെ റഡാർ സ്റ്റേഷനുകളെ പ്രവർത്തനരഹിതമാക്കാനും അവരുടെ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളെ തകർക്കാനും ഇതിന് അസാമാന്യ ശേഷിയുണ്ടെന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം കൈവരിച്ച ഈ സാങ്കേതിക മേധാവിത്വം നമ്മുടെ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നതാണ്. വരും തലമുറയിലെ യുദ്ധതന്ത്രങ്ങൾ ഡ്രോണുകളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് നമ്മുടെ ഭാരതം ഈ വലിയ മുന്നേറ്റം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പുതിയ ഇന്ത്യ കുതിക്കുകയാണ്. ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ തദ്ദേശീയമായ ഇത്തരം കിഡിലൻ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സൈനികരുടെ കരുത്ത് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഡ്യൂർ എയറിന്റെയും അനന്ത് ടെക്നോളജീസിന്റെയും ഈ സംയുക്ത സംരംഭം ഭാരതത്തിന് നൽകുന്നത് വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.